ഓക്കെ, അപ്പം ഇന്നത്തെ ഒരു ചർച്ചാ വിഷയമാണ് ഡോഗ്സ് കോയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഡോഗ്സ് കോയിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 ദിവസം കൊണ്ട് 5 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഇവർ ഉണ്ടാക്കി എന്നുള്ളതാണ്. ഇത് തുടങ്ങിയ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ജൂലൈ 3 ഏകദേശം ജൂലൈ 13, 15 ആയപ്പോഴത്തേക്കും അവരിപ്പോൾ 5 മില്യൺ കയറിയിട്ടുണ്ട്. അപ്പം എത്രമാത്രം വളർച്ചയാണെന്ന് എനിക്ക് പറയാണ്ടിരിക്കാൻ വയ്യ. ഓക്കെ, അപ്പം പിന്നെ എന്തുകൊണ്ട് ഞാനിത് കളിക്കാൻ പറയുന്നതെന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഇത് ബേസിക്കലി പണിയൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ടെലഗ്രാമിൻ്റെ ഒരു ഏജ് അനുസരിച്ച് നമുക്ക് കുറച്ച് കോയിൻസ് കിട്ടും. ആകെപ്പാട് 2 വഴിയിലേ ഇതിനകത്ത് കോയിൻ മേടിക്കാൻ പറ്റുള്ളൂ, ഡോഗ്സ് മേടിക്കാൻ പറ്റുള്ളൂ. ഒന്ന് ജോയിനിങ് വഴിയും, പിന്നെ 2 റെഫറൽ വഴിയും. റെഫറൽ വഴി വലിയ രീതിയിൽ കിട്ടുന്നില്ല. ഓക്കെ, പക്ഷേ കുറേ റെഫറൽ വേണം കിട്ടാൻ വേണ്ടിയിട്ടും. അപ്പോൾ എനിക്ക് 2 റെഫർ കൊണ്ട് 200 രൂപ കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് വലിയ ഗുണമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, പിന്നെ രണ്ടാമതെനിക്ക് പറയാനുള്ളത്, പിന്നെ ഒരു പ്രശ്നം അല്ല, ഇതിനെപ്പറ്റി പറയാൻ രണ്ടാമത്തെ ഗുണം എന്ന് പറഞ്ഞാൽ അത് ഗുണം പറയാം. അപ്പം ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇൻവെസ്റ്റേഴ്സൊക്കെ ഭയങ്കര ബിഗ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സാണ് ഇതിനൊക്കെ ഉള്ളത്. എന്ന് പറഞ്ഞാൽ ബിനാൻസ് ഇതിനകത്ത് 12 ബില്യൺ കോയിൻസാണ് ഡോഗ്സാണ് മേടിച്ചത്. ഓക്കെ, അപ്പം അതിൻ്റെ നല്ലൊരു ഷെയർ ഹോൾഡറാണ് ബിനാൻസ്. ഇപ്പോൾ അതുപോലെ തന്നെ വേറെ വലിയ കമ്പനീസ് ഇതിനകത്ത് മേടിച്ചിട്ടുണ്ട്. അപ്പം നല്ല രീതിയിൽ നമ്മളൊന്നും മേടിച്ചിരുന്നതിൽ നല്ല രീതിയിലൊരു മൾട്ടിപ്ലറായിട്ട് നമുക്ക് പൈസ തിരിച്ച് കിട്ടിയതിനാണ്. ഓക്കെ, അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. അപ്പം ഇതിൻ്റെ ഒരു എന്തുമാത്രം ഇതിനൊരു പവർ ഉണ്ടെന്ന് ഞാൻ പറയാം. എന്ന് വെച്ചാൽ ഇതെന്തായാലും ഒരു കോയിൻ അതിൽ രജിസ്റ്റർ എടുത്ത് തന്നെ, അതെനിക്ക് പറയാനുള്ളൂ. നല്ല രീതിയിൽ ഫാൻ ബേസ് ഉണ്ട്. നല്ല വലിയ ഇൻവെസ്റ്റേഴ്സ് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെന്തായാലും ഇൻവെസ്റ്റ് ചെയ്യും. ഇതിനകത്ത് നിന്ന് പൈസ കിട്ടുമെന്ന് പറയാൻ 100% നല്ല രീതിയിൽ എനിക്ക് ഉറപ്പ് തോന്നുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഏതൊരു ഇൻവെസ്റ്റേഴ്സും അല്ലെങ്കിൽ ഒരു സോഷ്യൽ പ്രൊമോട്ടേഴ്സായാലും ടെലഗ്രാം ബോട്ട് പ്രൊമോട്ടേഴ്സായാലും പറയുന്ന ഒരേ ഒരു കോയിൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡോഗ്സ് കോയിനാണ്. ഹാംസ്റ്റർ കോമ്പാറ്റിനേക്കാളും അവരിപ്പം കൂടുതലും കൊടുക്കുന്നത് ഡോഗ്സ് കോയിനാണ്. കാരണം അതിൻ്റെ ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പിന്നെ കുറച്ച് പ്രശ്നങ്ങൾ പറഞ്ഞാൽ ഇപ്പോൾ ആൾക്കാർ ആഡ് ചെയ്യുമ്പോഴേ ചിലവരൊക്കെ ഈ ലിങ്ക് കയറാൻ നോക്കുമ്പം കയറാൻ പറ്റാത്തൊരവസ്ഥ വരുന്നുണ്ട്. അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ടെലഗ്രാം ഓപ്പൺ ആയി കഴിഞ്ഞിട്ട് നമ്മൾ പ്രൊഫൈൽ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ യൂസർ നെയിം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഡോഗ്സ് കോയിൻ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡോഗ്സിൻ്റെ ലിങ്ക് ഞങ്ങളുടെ ഗ്രൂപ്പിനകത്തും അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, നിങ്ങൾ അതിനകത്ത് ജോയിൻ ചെയ്യണം. ഇപ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇഷ്ടംപോലെ സ്കാംസ് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവരുടെ അക്കൗണ്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ഇവരുടെ അക്കൗണ്ടിൽ തന്നെ പറഞ്ഞു ഇഷ്ടംപോലെ അത്യാവശ്യം ഹീറ്റായുണ്ട്. കുറേ പേര് കണ്ടോ, വേറെ സ്കാംസ് ആൻഡ് ഫ്രണ്ട് ഫേക്ക് അക്കൗണ്ട്സ് ഇഷ്ടംപോലെ ഇറങ്ങുന്നത്. അതുകൊണ്ട് നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള അക്കൗണ്ടിൽ കയറുക എന്നുള്ളതാണ് മസ്റ്റായിട്ടുള്ളത്. ഇല്ലെങ്കിൽ പണി കിട്ടും, ടെലഗ്രാം അടിച്ചു പോവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കളിച്ചതിൻ്റെ ഒരു ഗുണം ഉണ്ടാവില്ലെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ റൈറ്റ് ആയിട്ടുള്ള കയറുക. അതിന് നമ്മൾ അത്യാവശ്യം റൈറ്റ് ആയിട്ടുള്ളത് തന്നെയാണ് ഇപ്പം നല്ല ലിങ്കാണ് ഇട്ടിട്ടുള്ളത്. അപ്പം ഈ ലിങ്കിൽ കൂടെ കയറി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് അതിലോട്ട് കയറാൻ പറ്റും. ഓക്കെ, പിന്നെ അടുത്ത് പറയാനുള്ളത്, എനിക്കിതിൻ്റെ ഒരു ലീഡർഷിപ്പിൻ്റെ ഇവിടെ വേറൊരു സംഭവം കണ്ടോ, ബൂസ്റ്റ് കോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അല്ല, വേറൊരു സാധനം കാണിച്ചു തരാം. ഇവിടെ എനിക്ക് 3000 ഇതുണ്ട് കേട്ടോ. 3000 ഡോഗ്സ് ഉണ്ടായിട്ട് ഞാൻ എൻ്റെ പൊസിഷൻ നോക്കണം. 3.5 മില്യൺ റാങ്കാണ് എൻ്റെ പൊസിഷൻ, 3000 കോയിൻ ഉണ്ടായിട്ടും. അപ്പം അവിടെ ചിലർക്കൊക്കെ എത്ര കോയിനാണെന്ന് നിങ്ങൾ കാണണം. 13 മില്യൺ കോയിൻസൊക്കെ ഓരോരുത്തർക്കും ഉള്ളത്. ഓക്കെ, വേറെ സംഭവം കണ്ടത് ഇതുണ്ടോ, ഒരു 10,000 ഡോഗ്സിന് വില വരുന്ന 10,000 സ്റ്റാറാണ്. നമ്മുടെ ഈ സ്റ്റാറിൻ്റെ വില കാണിച്ചു തരാം. കണ്ടോ, 2500. നമ്മൾ 1000 വെച്ചോ, 1000 സ്റ്റാറിന് വില വരുന്നത് 2000 രൂപയാണ്. അപ്പം 2000 ഡോഗ്സിനാണ് 1000 സ്റ്റാർ വരുന്നത്. കണ്ടോ, 1000 സ്റ്റാറിന് 2000 രൂപയാണ് വരുന്നത്. അപ്പം എൻ്റെ കയ്യിൽ 1000 സ്റ്റാറിന് 2000 രൂപയാണ്. അപ്പം 1000 സ്റ്റാറിന് ഇവിടെ 2000 സ്റ്റാറിന് 2000 രൂപയാണ്. അപ്പോൾ 1000 സ്റ്റാറിന് 1000 ഡോഗാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ $3000 ഡോഗ്സ് ആണെങ്കിൽ നമുക്ക് 8000 രൂപയാണ് ഇപ്പോഴത്തെ ഒരു വാല്യൂ അനുസരിച്ച് എനിക്ക് പറയാനുള്ളത്. ഇത് എത്രമാത്രം ശരിയാവുമെന്ന് എനിക്കറിയത്തില്ല. ലിസ്റ്റ് ചെയ്യുന്ന പ്രൈസ് ഇപ്പോൾ ഇത്ര എത്തിയിട്ടില്ല, അതെനിക്ക് ഉറപ്പാണ്. ഞാൻ നോക്കിയായിരുന്നു, ലിസ്റ്റ് ചെയ്യുന്ന പ്രൈസ് ഇത്ര എത്തിയിട്ടില്ല. ഇതിനെ സംബന്ധിച്ച് എന്തുകൊണ്ട് ഇവരിങ്ങനെ ഒരു ബൂസ്റ്റ് സ്കോർ ഓപ്ഷൻ വരുത്തി, അല്ലെങ്കിൽ ആരെങ്കിലും ഇത് മേടിക്കുമെന്ന് എനിക്ക് ഡൗട്ടാണ്. പക്ഷേ എനിക്കിതിൻ്റെ ഒരു ടെലഗ്രാമിൽ എന്തുമാത്രം ഇത് ഉപയോഗം ഉണ്ടെന്നും എനിക്കറിയത്തില്ല. ഓക്കെ, അപ്പം അത്രയും എനിക്ക് പറയാനുണ്ട്. പിന്നെ നിങ്ങൾക്ക് ആകെപ്പാടെ 2 വിധത്തിൽ കൂട്ടാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, 2 രീതിയിൽ, ഒന്ന് റെഫറലും ഒന്ന് ഇതും വഴി നേരെ കയറുന്നതനുസരിച്ച്. പിന്നെ രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, വേറൊരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് ടെലഗ്രാമിനകത്ത്. ഓക്കെ, ഇതിനകത്ത് ഞാൻ കണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഒരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ജോയിൻ കൊളാബറേഷനാണ്. എന്ന് പറഞ്ഞാൽ ഡോഗ്സിൻ്റെ ക്യാറ്റ്സിൻ്റെ കൊളാബറേഷൻ. ഈ ക്യാറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ ഒരു കോയിനാണ്. ഇതേപോലത്തെ ഒരു പുതുതായിട്ട് ഡോഗ്സ് ഇറങ്ങിയ പിന്നാലെ ഇറങ്ങിയ ഒരു സാധനമാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും കൊളാബറേഷൻ നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമ്മിൽ എന്തോ ഉണ്ട്. ഓക്കെ, എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം
എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടിലും ജോയിൻ ചെയ്തിടുക. രണ്ടും ഒരേ മെത്തേഡാണ്, രണ്ടിലെയും ജെനുവിൻ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം കാറ്റ്സ് ഒഫീഷ്യൽ ഇതാണ് വന്നിട്ടുള്ളത്. അപ്പം രണ്ടിലും ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം രണ്ടിനകത്തും ജോയിൻ ചെയ്ത് നോക്കുക. ഇതെല്ലാം കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ അല്ലേ. അപ്പോൾ അത്രേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, ഇത് ക്യാറ്റ്സും ഡോഗ്സും മാത്രമല്ല, വേറെ സാധനം കൂടി ഇറങ്ങിയിട്ടുണ്ട്, കാണിച്ചു തരാം. പിക്സ് എന്ന് പറഞ്ഞ പിഗ് ഹൗസ് ബോട്ടാണോ ആണോ, ഷർട്ട് വല്ല അടിച്ചോ. ഓക്കെ, ഇത് അതേപോലെ തന്നെ ഇറങ്ങിയിട്ടുള്ള. അപ്പം ഇങ്ങനത്തെ കുറേ എണ്ണം ഇറങ്ങാൻ ഇനി ചാൻസ് ഉണ്ട്. ഇതും എനിക്കൊരു ലിങ്ക് വഴി, ജെനുവിൻ ലിങ്ക് വഴി കയറി കിട്ടിയതാണ്. ഇതിന് ആൾക്കാർ കുറവാണ്, കണ്ടോ, 16,000 പേരൊക്കെ ഉള്ളൂ. അപ്പോൾ എൻ്റെ റാങ്ക് നോക്കുവാണെങ്കിൽ അത്യാവശ്യം, ഇതെന്ത് റാങ്കാണെന്ന് എനിക്കറിയത്തില്ല. ടോട്ടൽ ഫ്രണ്ട്സ് ഇതെന്താ റാങ്കെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കുറേ ഇറങ്ങുന്നുണ്ട്, അത്ര എനിക്ക് പറയാനുള്ളൂ. ഒരു കാര്യം, ഇവരുടെ കമ്മ്യൂണിറ്റി നോക്കാം, എത്ര പേര് ഇപ്പം ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന്. സർപ്രൈസിംഗ്ലി 80,000 പേര് ഇപ്പോൾ ഇതിനകത്തുണ്ട്. ഓക്കെ, സോ ഇതും ലിസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ലിസ്റ്റ് ചെയ്യാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു മീം കോയിൻ ലിസ്റ്റ് ചെയ്യാൻ പണിയൊന്നുമില്ല. ജസ്റ്റ് ഒരു 0.5 സൊളാനോ എന്ന് വെച്ചാൽ 25 പൈസ ഉണ്ടെങ്കിൽ ആർക്കും വേണമെങ്കിൽ ഒരു മീം കോയിൻ ലിസ്റ്റ് ചെയ്യാം. മിക്കവാറും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇങ്ങനെ ഒരു പിക്സ് എന്ന് പറഞ്ഞൊരു മീം കോയിൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പോപ്പുലാരിറ്റി അനുസരിച്ച് 80,000 പേര് ഇതിനകത്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ അവരുടെ ലിക്വിഡിറ്റി അനുസരിച്ച് അതിനൊരു പോയിൻ്റ് ഉണ്ട്, വാല്യൂ ഉണ്ടാവും. ഓക്കെ, അപ്പം ഇങ്ങനൊരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കി അവരതിനകത്ത് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ മിക്കവാറും അതിന് വാല്യൂ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് കൊണ്ടുവരണമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാത്തിൻ്റെ ലിങ്ക് എൻ്റെ ഗ്രൂപ്പിലുണ്ടാവും, ഇല്ലെങ്കിൽ കമൻറ്റ് ചോദിച്ചാൽ മതി. കമൻറ്റ്